ഹലോ, ഇന്ന് നമുക്ക് സിമ്പിളായിട്ടും ക്വിക്കായിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. നമുക്ക് സേമിയ പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. സേമിയ പായസത്തിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് വെർമിസലി വേണം, പിന്നെ കുറച്ച് മിൽക്ക് വേണം. ഇതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. പിന്നെ വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്ക്, നെയ്യ് അല്ലെങ്കിൽ ഗീ, പിന്നെ കറുത്ത മുന്തിരി, കുറച്ച് കാഷ്യൂസ്, ഏലക്കായ, പഞ്ചസാര ഇത്രയും സാധനങ്ങളാണ് നമുക്ക് സേമിയ പായസം ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ടേസ്റ്റി നിബിൾസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ വെർമിസലിയാണ്. ഇത് വറുത്ത വെർമിസലിയാണ്. ഇത് 200 ഗ്രാംസ് പാക്കറ്റാണ്. ഈ 200 ഗ്രാം പാക്കറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് 2 കപ്സ് ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിൽ നിന്ന് 1 കപ്പ് വെർമിസലി എടുത്തിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് വേണ്ടത് മിൽക്കാണ്. ഞാനിവിടെ 500 ml 3 പാക്കറ്റാണ് ചേർക്കാൻ പോകുന്നത്. ഞാൻ സ്ലിം മിൽക്ക് എടുത്തേക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഫുൾ ഫാറ്റ് മിൽക്ക് ഉപയോഗിച്ചാൽ അത്രയും നല്ല ടേസ്റ്റ് കിട്ടും പായസത്തിന്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന കാഷ്യൂസ് നമുക്ക് കുറച്ചൊന്ന് ഇങ്ങനെ പിളർന്ന് വെക്കാം കേട്ടോ. അപ്പോൾ അതായിരിക്കും നമ്മൾ ഫ്രൈ ചെയ്തൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടാനും ഒക്കെ എളുപ്പം ഇങ്ങനെ പിളർന്ന് എടുക്കുന്നതാണ്. പിന്നെ അതൊരു 2 ടേബിൾ സ്പൂൺ കാഷ്യൂസും ഒരു 1 ടേബിൾ സ്പൂൺ ബ്ലാക്ക് റേസിൻസുമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന 1 കപ്പ് വെർമിസലിക്ക് ഒരു 4 to 5 വലിയ ഏലക്ക ഇട്ടാൽ നല്ലതാണ്. അപ്പോൾ അത് ഞാൻ തൊലി കളഞ്ഞൊന്ന് വെക്കാണ്. ഇനി നമുക്ക് ഒരു പാത്രം, അടികട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ച് സ്റ്റൗ ടോപ്പിൽ വെച്ച് കുറച്ച് 1 ടീസ്പൂൺ നെയ്യ് അതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നമ്മുടെ വെർമിസലി വറുത്തതാണെങ്കിൽ നമ്മളത് ഒന്നുകൂടി ഒന്ന് വറുക്കാൻ പോവുകയാണ്. അപ്പോൾ 1 കപ്പ് വെർമിസലി ഞാൻ മെഷർ ചെയ്തെടുത്തിട്ട് ഈ നെയ്യിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സമയമൊന്നും നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 1 to 2 മിനിറ്റ്സ് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. അതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കിയാൽ മതി. ഒരു 2 മിനിറ്റ്സ് ഗുഡ് ഇനഫ് ആണ് കേട്ടോ. 2 മിനിറ്റ്സ് വെർമിസലി ഇങ്ങനെ ഫ്രൈ ചെയ്ത ശേഷം ഈ 1 കപ്പ് വെർമിസലിക്ക് നമ്മൾ 1.5 ലിറ്റർ മിൽക്കാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ 500 ml മിൽക്ക് ഉള്ളത് കൊണ്ട് ഞാൻ ഇതിൻ്റെ 3 പാക്കറ്റ് ചേർക്കുന്നുണ്ട്. ചേർത്തിട്ട് ഈ വെർമിസെല്ലി നമ്മൾ അതിൽ കുക്ക് ചെയ്തെടുക്കണം. അടിയിലൊന്നും പിടിക്കാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാല് കുറേശ്ശെ തിളച്ച് തുടങ്ങി കഴിഞ്ഞും നമ്മൾ അടിയിൽ പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ 1 കപ്പ് ഷുഗർ എടുക്കുകയാണ്. ഷുഗർ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ 1 കപ്പ് ഷുഗർ ഞാൻ മെഷർ ചെയ്ത് ഈ മിക്സിയുടെ ജാറിലേക്ക് എടുത്തു. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്ന ഏലക്കായൻ്റെ കുരു അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ കുക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന വെർമിസലി ഒരു 5-6 മിനിറ്റ്സ് ആകുമ്പോഴേക്കും കുക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഏകദേശം നല്ലോണം പാലൊക്കെ തിളച്ച് ഇത് കുക്ക് ചെയ്ത് വെർമിസലി ഇപ്പം നമുക്ക് കാണാം, ഇങ്ങനെ തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് കാണാം. അപ്പോൾ ഇത് കുക്കായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് പതുക്കെ കട്ട് ചെയ്ത് നോക്കുക, അതായത് ഒന്ന് ഉടച്ചു നോക്കുക. അപ്പോൾ അത് ബ്രേക്ക് ആവുന്നുണ്ട്, അത് പൊട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വെർമിസലി വെന്തിട്ടുണ്ടെന്നാണ് കേട്ടോ. ഇനി ഈ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെർമിസലിയിലേക്ക് നമുക്ക് ഷുഗർ ആൻഡ് കാർഡമം മിക്സ്, അതായത് ഷുഗറും ഏലക്കായും കൂടെ നമ്മൾ പൊടിച്ചത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കട്ടയൊന്നും പിടിക്കാതെ ഇളക്കിയെടുക്കുകയാണ്. എന്നിട്ട് ഇതൊരു 2 മിനിറ്റ്സ് ഇങ്ങനെ ഇളക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യുന്നതാണ്. ഈ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് ആഡ് ചെയ്യുമ്പോൾ ഒന്ന് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്നതായിട്ട് തോന്നാറുണ്ട് കേട്ടോ. നല്ലൊരു ക്രീമി ടെക്സ്ചറും വരും. നമ്മൾ വെർമിസെല്ലി തണുപ്പിച്ചിട്ടൊക്കെ കഴിക്കുമ്പോൾ ഈ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഈ സേമിയ പായസം ചില ആൾക്കാർക്ക് ചൂടോടെ കഴിക്കാനാണ് ഇഷ്ടം, ചില ആൾക്കാർക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാനാണ് ഇഷ്ടം. എനിക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. നമ്മുടെ പായസം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂസും റേസിൻസും കൂടി നെയ്യിക്കകത്ത് ഫ്രൈ ചെയ്ത് ചേർക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് ഗീ ചേർക്കുക. ഒരു 1 ടീസ്പൂണോ 1/2 ടീസ്പൂൺ ഗീ ആയാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് കാഷ്യൂസിൻ്റെ റേസിൻസിൻ്റെയും കൂടെ മിക്സ് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത ഈ കാഷ്യൂസും റേസിൻസും എല്ലാം കൂടെ നമ്മുടെ പായസത്തിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 1 to 2 മിനിറ്റ്സ് നമ്മളൊന്ന് ചെറുതായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയായി. അപ്പോൾ ഇതായത് 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നമുക്ക് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയത് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പായസം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാട്ടോ, നല്ല സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഐ വിൽ സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.